കഞ്ചാവ് കേസിലെ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സാക്ഷിയെന്ന നിലയിൽ ഉറച്ചുനിന്ന തൃത്താല സ്വദേശിക്ക് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ ആദരം. തൃത്താല സ്വദേശി രാജേന്ദ്രനെയാണ് ഡിവൈഎസ്പി ശശിധരനും ഇൻസ്പെക്ടർ പി.വി. രമേശും ചേർന്ന് ആദരിച്ചത്. കുളപ്പുള്ളി കിണറ്റൻകര മമ്മിളിക്കുന്നത്ത് മുകേഷിനെ കഞ്ചാവുമായി പിടികൂടിയപ്പോൾ സാക്ഷി പറഞ്ഞയാളാണ് തൃത്താല സ്വദേശി രാജേന്ദ്രൻ. അന്നത്തെ ഇൻസ്പെക്ടർ പി.വി. രമേശും ഡിവൈഎസ്പി ശശിധരനും ചേർന്നാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രാജേന്ദ്രനെ അനുമോദിച്ചത്. 2017 തൃത്താല വെള്ളിയാങ്കലിൽ നിന്നാണ് മുകേഷിനെ 22 കിലോ കഞ്ചാവുമായി അന്നത്തെ തൃത്താല SI കൃഷ്ണൻ പിടികൂടിയത്. ഈ കേസിൽ സാക്ഷിയായി നിന്ന രാജേന്ദ്രൻ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കും വരെ പോലീസിനെയും പ്രോസിക്യൂഷനെയും സഹായിച്ചു. ഞാൻ പട്ടാമ്പി CI തൃത്താല SI കൃഷ്ണൻ വെള്ളിയാങ്കലിൽ വെച്ച് പിടിച്ചൊരു കഞ്ചാവ് കേസാണിത്. ഷൊർണൂരിലെ തയ്യമ്മി പറഞ്ഞ ആളുടെ മകൻ മുകേഷാണ് ഇതിലെ പ്രതി. 22 കിലോന്റെ അടുത്ത് കഞ്ചാവാണ് കൊമേഴ്സിൽ കൊണ്ടിട്ട് കാൽ സഹിതം വെള്ളിയാങ്കലിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ കൃഷ്ണൻ പിടിച്ചത്, SI പിടിച്ചത്. ഇതില് സാക്ഷിയൊക്കെ നല്ലൊരു വക്കീലിനെ വെച്ച് സാക്ഷിയൊക്കെ ധാരാളം പ്രലോഭനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും സാക്ഷിയടക്കം എല്ലാവരും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രതിക്കിപ്പോൾ കൊമേഴ്സിൽ കൊണ്ടിട്ട് 12 കൊല്ലം ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുകേഷിനെ കോടതി 12 വർഷം ശിക്ഷിച്ചു. കേസിലെ സാക്ഷിയായ രാജേന്ദ്രനെ വിലപേശിയും ഭീഷണിപ്പെടുത്തിയും മുകേഷ് സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹം പോലീസിനും പ്രോസിക്യൂഷനും ഒപ്പം നിന്നു. അപ്പോൾ 2017 സംഭവം. അപ്പോൾ ഇനിയും നാടിന് മറ്റൊരാപത്ത് വരാതിരിക്കാൻ വേണ്ടി ഞാനത് കൃത്യനിഷ്ഠതയോടുകൂടി ആ സാക്ഷി എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത് പോലീസിനെയും അതേപോലെ തന്നെ കോടതിയിലും വിശ്വസ്തയോടുകൂടി ഞാൻ സാക്ഷി രേഖപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിയെ 16 വർഷം എന്നായിരുന്നു പത്രത്തിൽ വന്ന് വാർത്ത, ശിക്ഷിച്ചു. അപ്പോൾ ഇത്തരം ആപത്തുകൾ രാജ്യത്ത് വരാതിരിക്കാൻ എന്നെപ്പോലുള്ള ആളുകൾ മുന്നിട്ടിറങ്ങിയാൽ ഇത് നല്ലൊരു കാര്യമായിട്ട് മാറും നാളെ. കാരണം നമ്മുടെ എല്ലാ മക്കളും വളർന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഞ്ചാവിനും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായിട്ടാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി, ഒരു സാമൂഹ്യ പ്രചോദനത്തിന് വേണ്ടി ഞാനത് ചെയ്തു. മുകേഷ് ഇപ്പോൾ ജയിലിലാണ്. ഡിവൈഎസ്പി ശശിധരൻ, SI അനിൽ മാത്യു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.